ഇപ്പോൾ നമ്മളുള്ളത് ബ്ലാത്തൂർ ഇരിക്കൂറിലേക്ക് പോകുന്ന പെരുവളത്തുറമ്പിലേക്ക് പോകുന്ന റോഡിലാണ്. ഇതൊരു അത്യാവശ്യം ആളുകളൊന്നും താമസിക്കാത്ത ഒരു ഏരിയ ആണ്. താമസിക്കാതെ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലോട്ട് ബ്ലാത്തൂരും ഇതിന്റെ താഴോട്ട് പയസായി പെരുവളത്തുറമ്പ് ഭാഗമാണ്. അതിന്റെ നടുവിലാണ് ഒരു കാട് പ്രദേശമുള്ളത്. കാട് എന്ന് പറയുമ്പോൾ റബ്ബർ അടക്കമുള്ള പ്രദേശമുള്ളത്. ആ പ്രദേശത്താണ് ഒരുപാട് ആളുകൾ നിരന്തരമായി പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വേസ്റ്റ് തള്ളുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ ഒരു ഭാഗം മാറിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് ആളുകൾ ഇത് വൃത്തിയാക്കുമ്പോഴായിരുന്നു കൂടുതൽ വേസ്റ്റുകൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇവിടുത്തെ തൊഴിലുറപ്പ് സ്ത്രീകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവര് ബ്ലാത്തൂർ തൊട്ട് ഏകദേശം പയസായി ഭാഗം വരെ അവർ ഈ ആണികൾ വൃത്തിയാക്കുന്നുണ്ട്. ആ സ്ഥലം വൃത്തിയാക്കുന്നതിനിടയിലാണ് കുറേയധികം ഒരുപാട് വേസ്റ്റുകൾ കണ്ടെത്തിയത്. എന്തായാലും അത് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് അവർ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെല്ലാവരും മാലിന്യമുക്തം പക്ഷെ നമ്മുടെ രാജ്യത്ത് മാലിന്യമുക്തം ഇല്ല മോനെ. ഇതിങ്ങനെ അങ്ങ് ബ്ലാത്തൂരിന്ന് തൊട്ടിട്ട് പശായി വരിയിലെ വേസ്റ്റ് നമ്മൾ പാവങ്ങളായ പെണ്ണുങ്ങൾ ഇതെല്ലാം കോരി എടുക്കുന്നത് ജീവിക്കാൻ മാർഗമില്ലാതെ കൊണ്ടാണ്. വേറൊരു തൊഴിൽ ഞങ്ങൾക്ക് എടുക്കാനില്ല. അതുകൊണ്ടാണ് ഈ വേസ്റ്റ് ഇങ്ങനെ കോരി ഞങ്ങൾ എടുക്കുന്നത്. എല്ലാവരും എന്നാ വേണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾ ഛർദ്ദിക്കുന്നു, കുറേ ആൾ ഇതാകുന്നു. അങ്ങനെയില്ല ഒരു ഇതാണ് നമുക്കില്ലത്. ഞാൻ ജീവിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ പഞ്ചായത്തും എല്ലാവരും കൂടി എടുക്കണം. അതേ ഞാക്ക് പറയാനുള്ളത്. കുറേ നാളുകളായി ഇതിങ്ങനെ നമ്മൾ പറഞ്ഞോണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കല്ല ഒരു വേസ്റ്റും ഞങ്ങൾ റോഡിൽ കോരി വെച്ചിട്ടില്ല. എന്താ പറഞ്ഞോ, ഇങ്ങനെ വെച്ചതിനെ കൊണ്ട് ഒരു ഫലമില്ല, ഇത് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് അതിനുള്ള രോഗങ്ങൾ മാരകമായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഒന്നിനും ഒരു നടപടിയില്ല. അതുകൊണ്ട് ഇതിന് കാര്യമായിട്ട് നടപടി എടുക്കണം. അല്ലെ പെണ്ണുങ്ങൾ പ്രക്ഷോഭം നടത്തും. അതന്നെ. ദൂരെ വിദേശം ഇങ്ങനെ ഇരിക്കൂർ നല്ല പെരുന്നാളെ വിചാരം ഇവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലം മാത്രമാണ്. ജനങ്ങളൊന്നും പോകുന്ന സ്ഥലമാണെന്ന് ആർക്കും അറിയില്ല. 14 പ്രാവശ്യം ഒരു CCTV ഇവിടെ വെക്കണമെന്ന്. ഇനി പഞ്ചായത്ത് കയ്യിലെങ്കിൽ നാട്ടുകാരോട് വിരിവെടുത്തിട്ടെങ്കിൽ ഒരു CCTV ഒക്കെ 2-3 വെച്ചാൽ ഇതാരാ കൊണ്ടിട്ട് സംഭവം അറിയാം. ഇത് ഓരോ യോഗത്തിന് പോയിട്ടാകുമ്പം നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം. ഇത് പണിയെടുക്കുന്ന ആരാ? നമുക്ക് ഇപ്പം എലിപ്പനി വന്നിട്ട് ഒരു തൊഴിലാളി മരിച്ചു. അതേ അനുഭവം ഇനി ഒരു തൊഴിലാളിക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നല്ല നിലക്കുള്ളൊരു പരിഗണന പഞ്ചായത്തോ നാട്ടുകാരോ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം. ഈ വേസ്റ്റ് കൊണ്ട് ചാടാൻ ഇവിടെ പറ്റൂല. പിന്നെ ഒരുപാട് വാഹനങ്ങൾ രാത്രിയായാലും പൊലച്ചക്കായാലും പാതിരക്കായാലും പോകുന്നതെന്ന് അന്നേരം നമ്മളെ കുട്ടികൾ ആ നീല കൂടെ വരുവോ പോയി ചെയ്യുന്നു. അന്നേരം ഈ റോഡുമിൽ ഈ വേസ്റ്റ് കോരി തട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് പൊട്ടിത്തെറിച്ച് പോകുന്ന ജനങ്ങൾക്കും കൂടെ രോഗം ഉണ്ടാക്കും. ഒന്ന് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഈ പശായി റോഡില്ലത്. നല്ല റോഡായിട്ട് വന്നതേക്കുന്ന ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് ഈ കുട്ടികൾ പാമ്പാസും അതും കൊണ്ടിട്ട് കോരിയിട്ട് ഛർദ്ദിക്കുമ്പോൾ നമ്മൾ ഒരു വെള്ളം വരെ കുടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് കാനൽ വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കുമ്പോൾ ഇത് കോരി വൃത്തിയാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ഗ്ലൗസ് നമ്മൾ മേടിച്ചു. ഗ്ലൗസ് ചൂവലിടണമെന്ന് അവർ വന്നിട്ട് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ഒരു ഷൂ മേടിക്കണം 300 വേണം, സോക്സ് മേടിക്കണം 50 വേണം. അത് വിട്ട് നമ്മൾ ഷർട്ട് വേണം, ഷൂ വേണം. ഇതെല്ലാം നമ്മളെ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞ വർഷം എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ട് വൃത്തിയാക്കി അവിടെ ഇങ്ങനെ ഇടാൻ പറ്റൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കഷ്ടപ്പാട് ദേശം പെടുന്നത് എന്തിനാ? നമുക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ഈ ജനങ്ങൾക്ക് കണ്ടീഷനായിട്ട് പോകാനും കുട്ടികൾക്ക് വണ്ടിയും കൊണ്ട് പോകാനും അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം നിങ്ങളിപ്പം കുട്ടികൾ ചെയ്യുക. വേറെ നമുക്കൊന്നും പറയാനില്ല, അത്രേ പറയാനില്ല. തൊഴിലുറപ്പാർ ഇതിനായിട്ട് നിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് പോകേണ്ട റോഡാണ്. അതുകൊണ്ട് ഇതിന് കാര്യമായിട്ടുള്ള എന്ത് നടപടിയായാലും അത് എടുക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും തൊഴിലുറപ്പ് സ്ത്രീകളൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരന്തരമായിട്ട് ഇത് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ വേസ്റ്റുകൾ കിട്ടുമ്പോൾ അത് ഭയങ്കര രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഒരു ചിത്രമാണ് മുമ്പിൽ വരിക എന്നൊക്കെയാണ് അവർ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ട ഒരു നടപടി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പഞ്ചായത്തൊക്കെ എടുക്കണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടുന്നത്. ഇവിടുത്തെ സമീപ പ്രദേശങ്ങളിലെ ആളുകൾ, ഈ ബ്ലാത്തൂരിലെ ആൾക്കാരും അതുപോലെ തന്നെ പയസായിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് കാരണം ബുദ്ധിമുട്ടുന്നത്. അതിനു വേണ്ടൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അബ്ദുൾ ബ്ലാത്തൂർ, ഏജാനെറ്റ്.